ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം തൊടുന്നതെല്ലാം തന്നെ തങ്ങൾക്ക് തിരിച്ചടിയാവുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഈ സഖ്യം തന്നെ ഇപ്പോഴുണ്ടോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. കാരണം എല്ലാ പാർട്ടികളും ഇപ്പോൾ പല വഴിക്കാണ് നിൽക്കുന്നത്. കോൺഗ്രസ് തന്നെ ഇപ്പോൾ പെരുവഴിയിലായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ്. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഈ സഖ്യം തന്നെ എല്ലാ രീതിയിലും ഉപേക്ഷിച്ചുകൊണ്ട് സഖ്യത്തിൽ നിന്നും പുറത്തുപോയി, ആം ആദ്മി പാർട്ടി. അതുകൊണ്ടും അവസാനിക്കുന്നില്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇനിയാണ് യഥാർത്ഥ തിരിച്ചടികൾ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് തന്നെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില പാർട്ടികൾ ഉൾപ്പെടെ ഇന്ത്യ സഖ്യം കോൺഗ്രസ് സഖ്യം വിട്ട് പുറത്തു ചാടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ഉദ്ധവ് ശിവസേന പാർട്ടി എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 9 MP ഒപ്പമുള്ള ഒരു പാർട്ടിയാണ് ഉദ്ധവ് ശിവസേന പാർട്ടി നിലവിൽ. പക്ഷേ അവർ ഇപ്പോൾ നിലവിൽ പടുകുഴിയിൽ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പ്രഹരം അത് എല്ലാ തരത്തിലും ഉദ്ധവ് ശിവസേനയെ തളർത്തി എന്നും മാത്രമല്ല, ശിവസേനയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നിലവിൽ ശിവസേനയ്ക്ക് അല്ലെങ്കിൽ ഉദ്ധവ് ശിവസേനയ്ക്ക് രക്ഷപ്പെടാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. അത് ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് പുറത്തു വന്നുകൊണ്ട് NDAയിലേക്ക് വീണ്ടും പഴയ പോലെ ചേരുക എന്നുള്ളത് മാത്രമാണ് ഏക മാർഗമെന്ന് പറയുന്നത്. എന്തായാലും അത് സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഉദ്ധവ് ലക്ഷ്യമിടുന്നത് വരുന്ന മുനിസിപ്പൽ കൗൺസിൽ നഗർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് മഹാരാഷ്ട്രയിൽ. ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യം എന്നുള്ള തരത്തിൽ അല്ല, കോൺഗ്രസും NCPയുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഉദ്ധവ് മാറിയിരിക്കുന്നു അവിടെ. പക്ഷേ രാജ് താക്കറെയുമായിട്ട് ഉദ്ധവ് സഖ്യത്തിലേർപ്പെടാനായിട്ടുള്ള ഒരു വഴി അവിടെ ഉദ്ധവ് തന്നെ ഒരുക്കിയിരുന്നു. പക്ഷെ രാജ് താക്കറെ ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അതിന് പിന്നാലെ രാജ് താക്കറെ BJPയിലേക്ക് NDAയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇതിൽ പെട്ടുപോയത് ഉദ്ധവ് താക്കറെ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉദ്ധവ് ശിവസേന ഇപ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. വരുന്ന മുനിസിപ്പൽ കൗൺസിൽ നഗർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതായത് ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ആ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോൾ ഉദ്ധവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഉദ്ധവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമാണ് എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് ഉദ്ധവ് തകർന്ന് തരിപ്പണമാവാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതായത് BJP ഈ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലും അവിടെ ഒരു തൂത്തുവാരൽ വിജയം നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ധവിൻ്റെ അവസാന ആണിക്കല്ലും അവസാനിക്കുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് പോലും പറഞ്ഞിരിക്കുന്നത് ഉദ്ധവ് ശിവസേനയും അതോടൊപ്പം തന്നെ രാജ് താക്കറെയും അതോടൊപ്പം തന്നെ ഷിൻഡെയും എല്ലാവരും ഒരുമിച്ച് NDAയിൽ എത്തണമെന്ന് തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ തകർന്ന് തരിപ്പണമാവുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ആ ഒരു നേതാവ് പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് ശിവസേന ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യം പൂർണ്ണമായി വിടുമെന്ന കാര്യം ഉറപ്പാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളും നിലവിൽ ഉദ്ധവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഉദ്ധവ് മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ നിരവധി പ്രവർത്തകർ, MLAമാർ MP ഉൾപ്പെടെ ഇന്ത്യ സഖ്യം വിടണമെന്ന്, കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് കർശനമായിട്ട് ഉദ്ധവിനോട് പറഞ്ഞിരിക്കുക തന്നെയാണ്. അതടിസ്ഥാനമാക്കി തന്നെയാണ് ഉദ്ധവ് വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചത് തന്നെ. ഈ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കുമ്പോഴത്തേക്കും ഉദ്ധവ് 8 നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം ഉദ്ധവിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പലതും ഇപ്പോൾ BJP കൈയടക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, ഉദ്ധവിൻ്റെ പാർട്ടിയിൽ നിന്നും നിരവധി പ്രവർത്തകർ കൂട്ടമായി ഇപ്പോൾ NDAയിലേക്ക് BJPയിലേക്ക് കൊഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം, ഉദ്ധവ് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ച നേരിടാനായിട്ട് പോകുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പായിട്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ ഉദ്ധവ് ശിവസേന BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് പൂർണ്ണ തോതിൽ എത്താനായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്താൻ സാധിക്കുന്നത് തന്നെ.
അതിന് ഉദ്ധവ് സമ്മതിച്ചില്ലെങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്നത് വലിയൊരു പൊട്ടിത്തെറിയാണ് ഉദ്ധവ് ശിവസേനയിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ശിവസേനയിൽ നിലവിലുള്ള ഉദ്ധവിനോടൊപ്പം നിൽക്കുന്ന പ്രധാനികൾ പോലും ഉദ്ധവിനെ വിട്ടുകൊണ്ട് MLA മാരും MP മാരും ഉൾപ്പെടെ കൂട്ടമായി BJPയിലേക്ക് NDAയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. ആ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉദ്ധവ് ശിവസേന പാർട്ടി ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പിന്നെ അവിടെ ഉദ്ധവിന് ഒരു സ്ഥാനവും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ നിൽക്കാനായിട്ട് ഉദ്ധവ് തയ്യാറാവില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഉദ്ധവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഉദ്ധവിനൊരു നിലനിൽപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ അത് NDAയിലേക്ക് പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 9 MP മാരും അതോടൊപ്പം തന്നെ 20ഓളം MLA മാരുമുള്ള ഉദ്ധവ് ശിവസേന BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് തന്നെ എത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.